മൂവാറ്റുപുഴയിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ അകലെ ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ നിന്ന് കുറച്ച് വന്നാൽ മതി. അവിടെ കുടയത്തൂർ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാം. ദൃശ്യം മൂവിയൊക്കെ എടുത്ത കുടയത്തൂർ. മലയാള സിനിമകൾ ഇവിടെ അനവധി എടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ ഈ മലനിരകളും കണ്ടോ, മലകൾ, ഡാമിലെ വെള്ളം, നിരന്ന പ്രദേശം, വിശാലമായ പ്രദേശമാണ്. പാലക്കാട് ഭാഗത്തൊക്കെയാണ് ഇങ്ങനെ വിശാലമായ പ്രദേശം കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഈ മൂവാറ്റുപുഴയുടെ പരിസരത്ത് ഇങ്ങനെ വിശാലമായ പ്രദേശമുണ്ടെന്നുള്ളത് ഞാനിന്ന് കാണുന്നത്. ഇവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട്, ഒരു ചെറിയ ക്ഷേത്രമുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇവിടെയുള്ള ആളുകൾ പറഞ്ഞു അവിടെ നിങ്ങളൊന്ന് പോയി നോക്കിയിട്ട് പോകണം. ചെറിയ മൺവഴിയാണ്. സൈക്കിള് ഞങ്ങൾക്ക് ചവിട്ടിക്കൊണ്ടുപോയാൽ പഞ്ചറാവുന്നുള്ള പേടി കാരണം ഉന്തിക്കൊണ്ടാണ് പോകുന്നത്. നല്ല രസമുണ്ട്. ശരിക്കും ഒരു മൂവിയിലൊക്കെ കാണുന്ന പോലെ തന്നെ സീനറികളാണ്. അപ്പുറയും ഇപ്പുറയും മലനിരകൾ കണ്ടോ, മലകൾ, ചുറ്റും മലയാണ്. ചെറിയ വഴി. എൻ്റെ ഇവിടെ സനൂപുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഞായറാഴ്ച ഒരു ചെറിയ റൈഡിന് ഇറങ്ങിയതാണ്. ഞായറാഴ്ചകളിൽ ഞങ്ങളൊരു ലോങ് റൈഡ് ഒരു 100 കിലോമീറ്ററൊക്കെ പോകാറുണ്ട്. അപ്പം അങ്ങനെ ഇന്ന് രാവിലെ ഇറങ്ങിയപ്പോൾ മഴയായിരുന്നു. പിന്നെ വീട്ടിൽ തിരിച്ച് കയറി, രണ്ടും കൽപ്പിച്ച് ഇറങ്ങി. ഇപ്പോൾ ദൈവാധീനത്തിന് ഇപ്പോൾ മഴ പെയ്തിട്ടില്ല. നല്ല തെളിഞ്ഞ അന്തരീക്ഷവും, നല്ല രസം. അവിടെ ഇവിടെയൊക്കെ ഓരോ ചെറിയ കന്നുകാലികൾ, പശു പുല്ലൊക്കെ തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട് ഒരു പശു അവിടെ. പശുവിനെയൊക്കെ വളർത്തുന്നവർക്ക് നല്ല സുഖം. കാരണം പുൽമേടായതുകൊണ്ടേ തീറ്റയ്ക്ക് കുറവൊന്നും ഉണ്ടാവില്ല. വഴി നീണ്ടു പോവുകയാണ്. ഇന്നത്തെ കാലത്ത് ഞങ്ങളുടെ പ്രദേശത്തൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് ഫുട്ബോൾ കളിക്കാനൊന്നും സ്ഥലമില്ല. ഇവിടെയൊക്കെ ആണെങ്കിൽ എന്തോരം വേണമെങ്കിലും സ്ഥലം, എത്ര സ്ഥലം വേണമെങ്കിലും ഉണ്ട്. പക്ഷെ ഇവിടെ കുട്ടികളെയൊന്നും കാണാനില്ല. അവധി ദിവസമായിട്ട് ഇവിടെ ഒരു മനുഷ്യരുമില്ല. മഴയായതുകൊണ്ടാവണം, പശു കുത്തൂല്ലാന്ന് തോന്നുന്നു. കാലൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട്, തൊഴിക്കുന്ന പറയുന്നത്. നീണ്ടു പോവുകയാണ് വഴി.